അതൊരു സമാധാനകാലമാണെങ്കിൽ ഓക്കെയാണ്. മുഖ്യമന്ത്രിയുടെ സ്വകാര്യ യാത്രകൾ, ഡിന്നർ പാർട്ടിയൊക്കെ നോക്കാൻ ആർക്കാണ് സമയം? ഇത് സാധാരണ 40 mm മഴ പെയ്യുന്ന സ്ഥലത്ത് 253, 363 മില്ലിമീറ്റർ എന്ന കണക്കിൽ പേടിപ്പിച്ച് ആർത്തു വീണ പേമാരിയിൽ മനുഷ്യൻ മഴ കൊണ്ട് മുറിവേറ്റ് നിൽപ്പാണ്. ആൾനാശങ്ങൾ, ആസ്തി നഷ്ടങ്ങൾ. കട്ടും കൈയിട്ട് വാരിയൊന്നും അല്ല, കൂലിപ്പണിയെടുത്തും കഷ്ടപ്പെട്ടും ഒരു കാലിച്ചായ പോലും കുടിക്കാതെ 10 രൂപയും കൂട്ടിവെച്ച് ആയുഷ്കാല അധ്വാനത്തിൽ പണിഞ്ഞ കിടപ്പാടങ്ങൾ നിലം പൊത്തി, വീടുകളിൽ കഴുത്തറ്റം വെള്ളം കയറി, പച്ചപ്പാതിരാത്രി റോട്ടിൽ അവർ അന്താളിച്ചു നിൽക്കുന്ന സമയത്തെ ആകാശയാത്രകൾ, ആഹാര സദസ്സുകൾ, നാടമുറിക്കലുകൾ എന്തൊക്കെ ന്യായീകരിച്ചാലും അസ്ഥാനത്ത് സർക്കാസം പറഞ്ഞാലും നാടിനെ അറിയുന്ന ഒരു ഭരണാധികാരിക്ക് ചേർന്ന പണിയല്ലത് നിസ്തർക്കം ബ്ലോട്ടാണ്. 102 സീറ്റ് എന്ന മാൻഡേറ്റിൽ ദുരന്തകാലത്ത് വീണ കറ. പാതിരാത്രി പെരുമഴ. 31-ാം തീയതി രാത്രിയാണ്. 1ഉം 2ഉം 3ഉം കഴിഞ്ഞ് 4-ാം തീയതിയാണെങ്കിലും മുഖ്യമന്ത്രി എത്തിയ ആൾക്കാരെ കെട്ടു, കാര്യങ്ങൾ വിലയിരുത്തി. നല്ല കാര്യം. അത് ആർത്തർക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല. പക്ഷേ ആ ക്യാമ്പുകളുടെ പോരായ്മ പറയുമ്പോൾ കുത്തിത്തിരിപ്പ് എന്ന് പറയരുത്. കൊച്ചിയിൽ കണ്ട ഇൻവെസ്റ്റർ ആരെന്ന് ചോദിച്ചാൽ പറയുന്ന തർക്കുത്തരം ഈ കേരളം നിങ്ങൾക്ക് നൽകിയ മഹാവിജയത്തിന് നിരക്കുന്ന വർത്താനമല്ലെന്ന് ഓർത്താൽ നല്ലതാണ്. ആ മാൻഡേറ്റിലേക്ക് എത്തിച്ച പ്രധാന കാരണങ്ങളിലൊന്ന് UDF-ന്റെ മാനിഫെസ്റ്റോയിലെ ഒന്നാമത്തെ പോയിന്റ് ഇന്ദിരാ ഗ്യാരണ്ടി. ആ സൗജന്യ യാത്രയിൽ സ്ത്രീകളെ ഏതോ ഔദാര്യമെന്ന മട്ടിൽ മന്ദയിൽ അപമാനിക്കലാണ്, അവഹേളിക്കലാണ് ആ പദ്ധതിയുടെ പതാകവാഹകൻ ഗതാഗത മന്ത്രി. എറിഞ്ഞു കൊടുക്കുന്ന ഏതോ പിച്ചപ്പണമെന്ന മട്ടിൽ കാശ് വേണ്ടാത്ത KSRTC ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നുവെന്നാണ്. ആ സ്ത്രീകൾ ഫീസ് കൊടുത്ത് കുട്ടികളെ പഠിപ്പിക്കുന്നു. അതേ സ്ത്രീകൾ അച്ഛനെയും ഭർത്താവിനെയും സർക്കാർ ആശുപത്രി വരാന്തയിലിടുന്നു. മൈക്കും കേട്ട് എന്തും പറയാനാണോ? മന്ത്രിക്ക് എന്തെങ്കിലും നാക്കുവഴയല്ല, സറ്റയറല്ല, സർക്കാസമല്ല. അകത്ത് കിടക്കുന്ന ആറ്റിറ്റ്യൂഡ് ജനവിരുദ്ധം അള്ളി പുറത്തായതാണ്. ആ ബസ്സിൽ അമ്മമാർക്ക്, സഹോദരിമാർക്ക് യാത്ര ഫ്രീ ആണെങ്കിൽ അതാരുടെയെങ്കിലും കുടുംബസ്വത്താണോ? CMB-യുടെ പാർട്ടി ഓഫീസിലെ ആസ്തി ഫണ്ടാണോ? അല്ല. ഞാനടക്കം രാപ്പകൽ അധ്വാനിച്ചടക്കുന്ന ടാക്സിന്റെ വിയർപ്പാണ്, ഔദാര്യമല്ല, അവകാശമാണ് സാറേ. ആ പ്രഖ്യാപനം നടപ്പാക്കിയിട്ട് അതിൽ കയറുന്നവരെ തള്ളിക്കയറ്റക്കാരെന്ന് അധിക്ഷേപിക്കുന്നോ? അധികാരത്തിന്റെ മാടമ്പിത്തരം. ആ കെയ്നീഷ്യൻ തിയറി, ഏതോ തോമസ് പിക്കറ്റി സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ജാർഗൺ ഫോർമാറ്റ് വ്യാഖ്യാന സർക്കസ് മാറ്റിവെച്ച് അപ്പറഞ്ഞത് പിഴച്ച വർത്താനമായി പോയി. ഉപാധികളില്ലാതെ കേരളത്തിലെ സ്ത്രീകളോട് ഖേദം പറയണം മന്ത്രി. അപ്പറഞ്ഞത് അല്പത്തരമാണ്, അപ്പോളജി വേണം മന്ത്രി സാർ. CP